വിശ്വാസത്തിലാണ്, നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണ് ഉള്ളത്. ചർച്ച നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ഈ പ്രാവശ്യം നമ്മൾ അരമണിക്കൂർ അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് കാമണിക്കൂർ മുമ്പേ ഉള്ളതും കാമണിക്കൂർ പിന്നിലുള്ളതും അവസാനം 4 മണിക്ക് ശേഷമുള്ളതുമാണ് വർദ്ധിപ്പിച്ചത്. അത് ചില ഇടപാടുകൾ ഞങ്ങൾ നിർബന്ധമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നും, എന്നാൽ ഈ പ്രാവശ്യം അത് ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് നമ്മൾ ഈ കൊല്ലം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് നിങ്ങൾ സാവകാശം തരണമെന്നും. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാലേ നാണമില്ല എന്ന് മാത്രമാണ് ഈ ഒരു മുസ്ലിം സംഘടനകളോട് ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് മദ്രസ കൊണ്ട് നടക്കണമെങ്കിൽ, മദ്രസ കഴിഞ്ഞ് മാത്രമേ മറ്റു പഠനങ്ങൾ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണ്ട എന്ന് മാത്രം തീരുമാനിക്കുക. മദ്രസ പഠനം കൊണ്ട് എല്ലാം ആവുമെങ്കിൽ അത് മാത്രമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു അനാവശ്യമായിട്ടുള്ള നടപടിയാണ് ഇവിടെ മുസ്ലിം സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. ഈ മുസ്ലിം സംഘടനകളെ ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ മേലുള്ള ഇത്തരം ഇടപെടൽ കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഘികളെ വളരാൻ സഹായിക്കുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇവർക്കിപ്പോ വിഷയം സ്കൂൾ പഠനം 15 മിനിറ്റ് ഇങ്ങോട്ട് കൂട്ടിയതാ. നേരത്തെ 15 മിനിറ്റ് നേരത്തെ തുടങ്ങുകയും 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇനി സ്കൂളൊക്കെ വിടുക. ഒരു അരമണിക്കൂർ കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടും. പഠിക്കാനാണ്, മതവിദ്യാഭ്യാസം നേടാനല്ല, പഠിക്കാൻ. മതവിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാനൊക്കെ അതിൽ കരുതുന്നത് ഒരു ഉപയോഗവുമില്ലാത്ത കാര്യം എന്നുള്ളതാണ്. ജീവിതത്തിൽ യാതൊരു തരത്തിലും ഗുണം ചെയ്യാത്ത കാര്യം, ലോകത്തിന് ഒരു ഉപയോഗം ചെയ്യാത്തൊരു കാര്യം എന്നതിന് കഴിഞ്ഞ് വേറെ ഒന്നും ഈ മതവിദ്യാഭ്യാസത്തിന് ചെയ്യാനില്ല. വേറെ ഒന്നുമില്ല. അവർക്ക് മഹാവിഡിത്തരങ്ങളാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരു കുട്ടി എന്നോട് ചോദിച്ചത്, പേര് ചോദിച്ചിട്ട് രണ്ടാമത്തായിട്ട് എന്നോട് ചോദിച്ച ചോദ്യം സാറിൻ്റെ മതം ഏതെന്നാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മതമില്ല കുട്ടി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ ഏതോ സ്ഥലത്ത് പഠിക്കുന്നൊരു പയ്യനാണ്, ഏതോ പള്ളിയിലോ മറ്റോ പഠിക്കുന്നൊരു കുട്ടിയാണ്. അവൻ എന്നോട് രണ്ടാമതായി ചോദിച്ച ചോദ്യം സാറിൻ്റെ മതം ഏതാന്നാണ്. ഞാൻ എൻ്റെ പേര് പറയുന്നു, സനൂപ് താവോ. രണ്ടാമതായിട്ട് അവൻ ചോദിക്കുന്നു സാറിൻ്റെ മതം ഏതാ. ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് മതമില്ല കുട്ടി. അപ്പോൾ സാർക്കൊരു ജനിച്ച മതം ഉണ്ടാവില്ലേ? ഞാൻ ആകെ അന്തം വിട്ടുപോയി. ഞാൻ പറഞ്ഞു എനിക്ക് ജനിച്ച മതം ഉണ്ടായിരിക്കാം, പക്ഷെ ഞാനിത് പറയാനോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല മോനെ. ഒന്നുകൂടി ഞാൻ അവനോട് പറഞ്ഞു മതമല്ല ഇമ്പോർട്ടൻ്റ്, മനുഷ്യനാണ്. നീയിപ്പോൾ പ്രായമാണ്, കുറച്ചു കാലം കഴിഞ്ഞ് നിനക്കത് മനസ്സിലാവും. അപ്പോ ഇപ്പൊ പഠിച്ചു വരുന്ന കുട്ടികൾ പോലും ഒരാളെ പരിചയപ്പെടുന്നതിന്റെ രണ്ടാമത്തെ ചോദ്യമായിട്ട്, പേര് ചോദിക്കുന്നതിന്റെ രണ്ടാമത്തെ ചോദ്യമായിട്ട് ഇവർ ചോദിക്കുന്ന മതമാണ്. എന്തൊരു അപകടകരമായ അവസ്ഥ എന്നല്ല ചോദിക്കുക. എന്തിനു മതം ചോദിക്കണം? മതമാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് അല്ലല്ലോ. പക്ഷെ എന്തിനവർ ചോദിക്കുന്ന വെച്ചാൽ അവർ പഠിച്ചു വരുന്ന രീതിയുടെ പ്രശ്നമാണ്. മതം എൻ്റെ പൊന്നു കുട്ടികളെ ഇമ്പോർട്ടൻ്റ് അല്ല. മതവിദ്യാഭ്യാസത്തിനേക്കാൾ അപ്പുറത്തായിട്ട് നമുക്കുള്ള ഇത്തരത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസം നന്നായിട്ട് കിട്ടണം, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവും. എന്തായാലും ഇവിടെ നാണം കെടാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ കുറെ മത നേതാക്കളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത നേതാവും പൊതുവിഷയങ്ങളിൽ ഇടപെടരുത് എന്നുള്ളതാണ്. നമ്മുടെ പൊതുവായിട്ട് മുസ്ലിങ്ങൾ മാത്രമാണോ ഇവിടെ പഠിക്കുന്നത്? അല്ലല്ലോ. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമാണോ സ്കൂളിൽ പോകുന്നത്? അല്ലല്ലോ. മറ്റു മതത്തിൽപ്പെട്ട ആളുകളില്ലേ? ഇവിടെ ഈ മത നേതാവ് എന്ന് പറയുന്നു അടുത്ത തവണ ഞങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കി തരാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഗതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നശിച്ചില്ലേ? നാരായണക്കല്ല് പിടിച്ചില്ലേ? പിന്നെ ആ ഗവൺമെന്റ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഗവൺമെന്റ് ആണെന്ന് സംഘികൾ പറഞ്ഞതിന് തെളിവായില്ലേ? എന്തിനാണ് ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ വീണ്ടും വിഭജിക്കാൻ എന്ന രീതിയിൽ ഈ മത നേതാക്കന്മാർ ഇത്തരം വിഷയങ്ങൾ, കുട്ടികളെ പഠന വിഷയങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഗവൺമെന്റ് കാര്യങ്ങൾ മതം ഇടപെടാൻ പാടില്ല. മുണ്ടാതെ കുത്തിരിക്കണം. എന്തായാലും മന്ത്രി ശിവൻകുട്ടിയുടെ വർത്തമാനം കേട്ടോക്കാം. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കുന്ന പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെന്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷെ വ്യത്യസ്തമായ അഭിപ്രായം വേണമെന്നോട് പറയും. എന്തായാലും ഇപ്പോ അദ്ദേഹം അതിന് മുതിർന്നിട്ടൊന്നുമില്ല. ഇപ്പൊ 9 എപ്പോഴാണ് നേരത്തെ ക്ലാസ് തുടങ്ങാൻ തീരുമാനിക്കുന്നത് അപ്പൊ തന്നെ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു മന്ത്രി ശിവൻകുട്ടി പറയുന്നു. പക്ഷെ ഒപ്പം തന്നെ അടുത്ത തവണ അത് പരിശോധിക്കാന്ന് പറയുമ്പോൾ അടുത്ത തവണ ഇവരെ മുമ്പിൽ മുട്ടുകുത്താമെന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. നാണക്കേടല്ലേ? ഒരു CPM ഗവൺമെന്റിന്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇത് നാണക്കേടല്ലേ?
ചില മതവാദികൾ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ അനുസരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ അനുസരിക്കുക എന്ന് വെച്ചാൽ പോലും നാണക്കെട്ട കാര്യങ്ങളല്ലേ, ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. മതങ്ങളെ കാര്യം നോക്കി പോവുക. ഇനിയിപ്പോ മദ്രസ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോകണ്ടെന്നേ, മദ്രസ വലിയ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ മദ്രസ ഒന്ന് ചേർന്ന് തന്നെ വേറെ സ്കൂൾ നിങ്ങൾ കെട്ടിക്കുള്ള അവിടെ പഠിപ്പിച്ചോളൂ എന്നല്ലൊക്കെ നമുക്ക് പറയാൻ തോന്നുക. ഞാനൊരു എന്താ പറയുക, സത്യം നിങ്ങളെല്ലാം വിചാരിക്കുക ഇപ്പൊ മതവിദ്യാഭ്യാസത്തിന് എതിരാണ്. ഞാൻ 100% ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും ആർക്കും കൊടുക്കരുതെന്നൊക്കെ നല്ല വൃത്തിയായിട്ട് പറയുന്ന ഒരാളാണ്. മതം കൊണ്ട് മനുഷ്യന് ഒരു ഗുണവുമില്ല.